കുറച്ച് കസ്തൂരി മാങ്ങ കിട്ടി. എന്നാൽ പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു. ശരിയാവുമെന്നൊന്നും അറിയില്ല, എന്നാലും അങ്ങ് തയ്യാറാക്കി നോക്കി. മാമ്പഴത്തിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് പച്ചമുളകും വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. കുറച്ചുകൂടെ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് ശർക്കര ചേർത്തു. ശർക്കരയും ചേർത്ത് വീണ്ടും അത് നന്നായിട്ട് കുറച്ച് നേരം കുറുകാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അപ്പം നല്ല മണമൊക്കെ കിട്ടും. പിന്നെ അതിലേക്ക് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ച് അതും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച്, ഞാൻ അധികം വെള്ളമൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. പിന്നീട് ആദ്യം ആ ചേർത്ത വെള്ളം തന്നെയുള്ളൂ. വറ്റിച്ചെടുത്തു. അതിലേക്ക് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്ത തൈരും ചേർത്തു. തൈരിൻ്റെ അളവ് ഇപ്പം കൂടിപ്പോയോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഇത്രയും തൈര് ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. തൈര് കുറച്ച് ചേർത്താലും മതിയാവും. തൈരും കൂടെ ചേർത്ത് തൈരും അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. തൈര് തിളപ്പിക്കാൻ പാടില്ലല്ലോ. ചൂടാക്കിയെടുത്ത് അതിലേക്ക് കടുക് വറുത്തും കൂടെ ചേർത്തു. കടുക് വറുത്തപ്പോൾ ലേശം ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ഉണക്കമുളകും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. മിക്കവാറും പേര് ഉള്ളി ചേർക്കാറില്ല മാമ്പഴ പുളിശ്ശേരിക്ക്, പക്ഷേ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല രുചിയായിരുന്നു. ഇന്നങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു.